ഉണ്ണി മുകുന്ദൻ ഹീറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് കുരു പൊട്ടാനും കുരു പൊട്ടി ഒലിക്കാനും ഭ്രാന്ത് പിടിക്കാനും തലതല്ലിച്ചാവാനുള്ള ഒരുപാട് ഐറ്റത്തിലുണ്ട്. ഉണ്ണി മുകുന്ദനെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ പടത്തിൻ്റെ 7 അയലത്തുകൂടെ പോകേണ്ട മക്കളെ. ഭ്രാന്ത് പിടിക്കും, എന്താ പറയുക, അസൂയ കാരണം ചൊറി കുത്തിയിരിക്കേണ്ടി വരും. ഒരു സംശയമില്ല. കാരണം അജ്ജാതി പെർഫോമൻസ്, അജ്ജാതി സ്റ്റൈലിഷാണ്, സ്വാഗാണ്, ഒരു രക്ഷയില്ല. ഉണ്ണി എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. നമസ്കാരം. അങ്ങനെ മലയാളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും, അല്ലെങ്കിൽ ലോകത്ത് വെച്ചിട്ട് ഞാനൊരു ഇന്ത്യൻ പൗരൻ എന്നുള്ള കണ്ടീഷനിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും വയലൻറ്റ് മൂവി ആയിട്ടുള്ള മാർക്കോ കണ്ട് ജസ്റ്റ് ഇറങ്ങി. ഇനി ഇത് വയലൻസ് ഉണ്ടെന്ന് പറയേണ്ട കാര്യമില്ല, കാരണം വയലൻസ് ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ വഴിക്ക് പോയിട്ടുള്ളത്. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് 150 റുപ്യം കൊടുത്തിട്ട് സമയം ചിലവാക്കിയിട്ട് ആ പടം ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ടിട്ടുള്ളത്. പകൽ ഓഫീസൊക്കെ ഉള്ളതുകൊണ്ടും ബാക്കിയുള്ള ചുറ്റുപാടുള്ളതുകൊണ്ട് ലേറ്റായിട്ടാണ് പോയി പടം കണ്ടത്. ജസ്റ്റ് എത്തിയുള്ളൂ. തിയേറ്റർ ഹൗസ്ഫുൾ തന്നെയാണ്. രണ്ടാമത്തെ കാരണം എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇപ്പോൾ അങ്ങക്ക് മാത്രമല്ലടാ, ഞമ്മക്കുണ്ടോ റോക്കി ബായ്. ഇനിയിപ്പോൾ റോക്കി ബായിന് എന്തോ ഒരു സ്ഥാനത്ത് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിലും അത് പോട്ടെ. പക്ഷേ ഞാൻ സീരിയസ് ആയിട്ട് പറയാം, മലയാളത്തിലുള്ള റോക്കി ബായ് എന്നൊന്നും ഞാൻ പറയില്ല. ഒരു ഇന്ത്യൻ ഫിലിമിൽ തന്നെ, ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ തന്നെ പറയുകയാണെങ്കിൽ ആക്ഷൻ ചെയ്യാൻ ഇത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ആക്ടർ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ട് എല്ലാവരും, പക്ഷേ ഉണ്ണി ആ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. സീരിയസ് ആയിട്ട് ഞാൻ പറയാം, ഈ ഫൈറ്റ് സീക്വൻസ് ഒരുപാട് ഫൈറ്റ് ഉണ്ടെങ്കിലും ഒരു ഫൈറ്റിൽ പോലും നമുക്ക് ഇതെന്താണ് ഇങ്ങനെ ഇപ്പോൾ ചെവി കടിച്ചു പറിക്കുന്ന സീനും കാര്യങ്ങളും, അങ്ങനത്തെ കടിച്ചു പറിക്കുന്ന സീനൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇതെന്താണ് ഇങ്ങനെ എന്ന് തോന്നിപ്പിക്കാത്തൊരു സംഭവം. പിന്നെ അതേ ഓൺ ദ സെയിം ടൈം നിങ്ങളൊരു ഉണ്ണി മുകുന്ദൻ ഹേറ്റർ ആണോ? ഉണ്ണി മുകുന്ദൻ ഹേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് കുരു പൊട്ടാനും കുരു പൊട്ടി ഒലിക്കാനും ഭ്രാന്ത് പിടിക്കാനും തലതല്ലിച്ചാവാനുള്ള ഒരുപാട് ഐറ്റത്തിലുണ്ട്. ഉണ്ണി മുകുന്ദനെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് ഈ പടത്തിൻ്റെ 7 അയലത്തുകൂടെ പോകേണ്ട മക്കളെ. ഭ്രാന്ത് പിടിക്കും, എന്താ പറയുക, അസൂയ കാരണം ചൊറി കുത്തിയിരിക്കേണ്ടി വരും. ഒരു സംശയമില്ല. കാരണം അജ്ജാതി പെർഫോമൻസ്, അജ്ജാതി സ്റ്റൈലിഷാണ്, സ്വാഗാണ്, ഒരു രക്ഷയില്ല. ഉണ്ണി മുകുന്ദൻ പറഞ്ഞാലും തീരില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ഞാൻ ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഒരു കുറേ 5-6 മിനിറ്റ്. പോട്ടെ. എന്തായാലും ഈ പടത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വയലൻസിൻ്റെ കാര്യം പറഞ്ഞു. ഇതിലാണ് എനിക്ക് കുറച്ച് എതിരഭിപ്രായമല്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം, നമ്മളത്ര വലിയൊരു കഠോര ഹൃദയനല്ല, പക്ഷെ എന്നാലും ലോല ഹൃദയം എല്ലാവരും ഒരു ഇൻ്റർമീഡിയറ്റ് ആളായതുകൊണ്ട് ചോദിക്കാം, ഇത്രയും വയലൻസ് വേണമായിരുന്നോ എന്നൊരു ചെറിയ സംശയം മാത്രം. എന്ത് വയലൻസാണ്? ഞാനേ തുറന്നൊരു കാര്യം പറയാലോ, ഈ ഗർഭിണീനൊക്കെ അങ്ങനത്തെ കുറച്ച് സീനൊക്കെ ഉണ്ട്. നമ്മൾ ആ സമയത്ത് കണ്ണുപൊത്തി. കാരണം എനിക്ക് ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വയലൻസ്, കുട്ടികൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വയലൻസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഞാൻ ആ 2 സീന് എന്താവും ആ സീൻ എന്നുള്ള കാര്യം എനിക്ക് അറിയായിരുന്നു. കാരണം വെച്ചാൽ ഓൾറെഡി നമ്മൾ ആ ഒരു സെൻസർ ബോർഡിൻ്റെ സർട്ടിഫിക്കേഷനിൽ വായിച്ചിട്ടുണ്ട് ആ കുട്ടീനെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത്, കാണുന്നതിന് മുന്നേ തന്നെ എനിക്ക് അറിയാം ഈ സീന് വരാൻ പോകണം. അപ്പോൾ ഞാൻ കണ്ണുപൊത്തി. സീരിയസ്ലി ക്ഷമിക്കണം എന്നല്ല പറയണത്, തുറന്നു പറയണമൊന്നുമില്ല. ഒരുപാട് പേര് കണ്ണുപൊത്തി ഞാൻ കണ്ടു. ആ കണ്ണുപൊത്തിയുടെ കൂട്ടത്തിൽ ഞാനുണ്ട് കേട്ടോ. എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്തിനാണ് ഇത്രയധികം വയലൻസ് ഞാൻ അപ്പം ചിന്തിച്ചു. സീരിയസ്ലി ശരിയാണ്. നായകനോട് ഇത്രയധികം വയലൻസ് ചെയ്യുമ്പോഴേ അയാൾ ചെയ്യുന്ന പ്രതികാരത്തിന് അത്രയും സ്ട്രെങ്ത് വരുള്ളൂ. കാരണം പക്ഷേ എനിക്ക് ഈ തോന്നുന്നത് വെച്ചാൽ ഈ വില്ലന്മാർ ചെയ്ത് അത്രയും ഒരു വയലൻസ് തിരിച്ച് നായകൻ ചെയ്തില്ല തോന്നുക. വില്ലന്മാർ കുടുംബത്തിനോട് ചെയ്യുന്ന സമയത്ത് നമ്മൾ തിരിച്ച് ചെയ്യുമ്പോൾ ആ തിരിച്ചു കൊടുക്കേണ്ട സാധനം അത്രയും പവർഫുൾ ആയില്ല. പവർഫുൾ എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇഞ്ചായിട്ട് വില്ലന്മാരെ തീർക്കുക എന്നൊക്കെ തോന്നില്ലേ, അത്രയും എനിക്കൊരു തോന്നിയില്ല. പക്ഷേ ഞാൻ ഇതിന് മുന്നേ കില്ല് എന്ന് പറഞ്ഞിട്ടൊരു മൂവി ഉണ്ട് കേട്ടോ. ഞാൻ വയലൻറ്റ് മൂവീസ് കാണുന്ന ഇഷ്ടപ്പെടുന്ന ആളല്ല, പക്ഷേ കില്ല് എന്ന് പറഞ്ഞിട്ടുള്ള മൂവി ഞാൻ ഏകദേശം 8-9 പ്രാവശ്യം OTT കണ്ടിട്ടുണ്ട്. അത് ദാറ്റ് ഹാസ് ഗിവൺ മീ ഗൂസ് ബംസ്. അല്ലെങ്കിൽ എനിക്ക് ശരിക്കും ഇതും ഇല്ല എന്നല്ല പറയുന്നത്, പക്ഷേ ആ പടം ഞാൻ അങ്ങനെ കണ്ട ഒരാളാണ്. പക്ഷേ ആ ഒരു ഇതിൽ മൂഡിൽ നമുക്ക് പറ്റില്ല. കാരണം വെച്ചാൽ അത് നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് അടിച്ച് തെറിപ്പിക്കുന്ന സമയത്ത് അയാളിങ്ങനെ കൊന്നു പോവുക. ആനിമൽ ഇഷ്ടമല്ല. ഞങ്ങൾക്ക് പടം എന്ന് പറഞ്ഞാൽ 10 പൈസയ്ക്ക് ഇഷ്ടമായിട്ടില്ല എനിക്ക് ആനിമൽ. KGF ഇഷ്ടപ്പെടുന്നുണ്ട് പടം, പക്ഷേ ഈ പറഞ്ഞ മാതിരി റിപ്പീറ്റായിട്ട് വീണ്ടും ആക്ഷൻ കാണുമെന്ന് തോന്നില്ല. പക്ഷേ ഒരു കാര്യം ഷുവറാണ്, മാർക്കോ മൂവി OTT ഇറങ്ങുന്ന സമയത്ത് കംപ്ലീറ്റ് കട്ടായിട്ടാവും വരുന്നുണ്ടാവുക. OTT ഇറങ്ങിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിലുള്ള ഈ പറഞ്ഞിട്ടുള്ള ഫൈറ്റ് സീൻ കാണും. കോണീൻ്റെ മുകളിൽ ഫൈറ്റ് ഉണ്ട്, ലാസ്റ്റ് ഒരു ഫൈറ്റ് ഉണ്ട്. അത്യാവശ്യം നന്നായി വർക്ക് ചെയ്തിരിക്കുന്നു ഉണ്ണി മുകുന്ദൻ. ഡയറക്ഷനും കാര്യങ്ങളൊന്നും പറയാൻ നമ്മൾ ആരുമല്ല. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതായത് മനസ്സിലാവുന്ന സംഭവം പടം നിന്ന് പിന്നെ മനസ്സിലാവുന്ന സംഗതി പറയാം. ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. കാരണം അത് വരുമ്പോഴാണ് നമുക്ക് അയക്കേണ്ടി ഇറങ്ങുന്നത്. പിന്നെ എന്താ വെച്ചാൽ ആ ദൈവം പാതി സാത്താര എന്നൊക്കെ പറയുന്ന പടം ഉണ്ടല്ലോ, ആ പാട്ടുണ്ടല്ലോ, അതൊക്കെ അടിപൊളിയാണ്. പിന്നെ ഡിഫൻഡർ, വണ്ടികൾ, അതൊക്കെ അങ്ങനത്തെ വണ്ടികളും കാര്യങ്ങളൊക്കെ അതായത് ആ വണ്ടിക്കൊരു ഇമ്പോർട്ടൻസ് അല്ലത്. ഒരു എന്താ ഹാർഡ് കോർ വയലൻറ്റ് ഡാർക്ക് മൂവി
ഇത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ദയവ് ചെയ്ത് ഇനി ഇഷ്ടപ്പെടാത്തവരും പോയി കണ്ടോളുണ്ടോ, ജസ്റ്റ് ടു സീ ഹിസ് പെർഫോമൻസ്. പിന്നെ രണ്ടാമത്തെ കാര്യം പറയാം, ജഗദീഷ് ചേട്ടൻ്റെ കേസ് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ജഗദീഷ് ചേട്ടൻ്റെ ഞാൻ ഇൻ്റർവ്യൂ കണ്ട സമയത്ത് ഞാൻ ഒന്നും കൂടി കൂടുതൽ ഇൻ്റർവ്യൂ അതിനെക്കുറിച്ച് ഹൈപ്പും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത് ജഗദീഷ് ചേട്ടൻ്റെ ഭാഗത്ത് നിന്ന് ഒന്നും കൂടി കൂടുതൽ കാര്യങ്ങൾ പ്രതീക്ഷിച്ചു. പുള്ളി ആയിരിക്കും ഇതിൽ മെയിൻ ഭയങ്കര സംഭവമായിട്ട് കൊടൂരമില്ലെന്ന് തോന്നി. പക്ഷേ അങ്ങനെ കൊടൂരം എന്ന് പറഞ്ഞ രീതിയിൽ മൂപ്പര ഭാഗത്ത് നിന്നല്ല തോന്നിയത്. എനിക്ക് തോന്നിയത് അതിൽ ഞാൻ ആദ്യം ഈ ചങ്ങാതിനെ കണ്ടപ്പോൾ എനിക്ക് ആരാ അറിയില്ലെന്ന് കേട്ടോ. നോക്കുമ്പോൾ ഞാൻ വിളിച്ച് ഈ സണ്ണി വെയിൻ്റെ ഫേസ് കട്ടുള്ള ഒരു വില്ലൻ ഡെയിലർ. സംഭവം എന്താ വെച്ചാൽ ഇത് ഷമ്മി തിലകൻ്റെ മകനാണ് പറഞ്ഞു. ഞാൻ സീരിയസ്ലി ആയിട്ട് ഞാൻ അറിയില്ലായിരുന്നു എനിക്ക് കേട്ടോ. എനിക്ക് ആ പടം കാണുന്നതിന് മുന്നേ നമ്മൾ അത്രയും റിസർച്ചും കാര്യങ്ങളും ചെയ്തിട്ട് നമ്മളൊരു ഹാർഡ് കോർ മൂവി ഫനാറ്റിക്കോ അല്ലെങ്കിൽ ഹാർഡ് കോർ മൂവി റിവ്യൂവറോ ഒന്നല്ല. പക്ഷെ എന്നാലും പറയാം ഈ ചങ്ങാതിന് പിന്നെ ഒരു രക്ഷയില്ല, അടിപൊളി പെർഫോമൻസ്. ഇയാളെ ഫസ്റ്റ് പടം തോന്നുന്നു, അറിയില്ല കേട്ടോ എനിക്ക്, സോറി എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. പക്ഷേ ചങ്ങാതി അടിപൊളിയായിട്ടുണ്ട്. പിന്നെ മറ്റേ ആ ഒരു ചങ്ങാതില്ല, മറ്റേ ഈ ഇപ്പം അടുത്ത് ഇറങ്ങിയില്ലേ ARM മൂവിയിൽ ഇറങ്ങിയ ആദ്യം തല്ലും കൊണ്ട് പോകണ വില്ലുണ്ടല്ലോ, ആ ചങ്ങാതിക്കൊക്കെ നല്ല റോളുണ്ട്. അവനൊക്കെ വരുന്നത് തന്നെ ഈ പരിപാടിക്ക് വേണ്ടി. ഇവനൊക്കെ വരുന്നത് മാക്സിമം അങ്ങോട്ട് എന്താ പറയുക, മനുഷ്യൻ്റെ കണ്ണങ്ങടെ അടയ്ക്കണം. മനുഷ്യൻ ചെവി പൊത്തി കണ്ണടയ്ക്കുന്ന കണ്ടീഷനിലാക്കുന്നതാണ്. അങ്ങനെ ആക്കി വയലൻസ് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ അല്ലെങ്കിൽ വയലൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഡെഫിനറ്റ്ലി പോയി കാണാം. വയറ് നിറച്ച് പോരാം, കാരണം വയറ് നിറച്ച് വയലൻസ് വരുന്നുണ്ട്. പക്ഷേ അത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, കുറച്ച് ലോല ഹൃദയരാണെങ്കിൽ ദയവ് ചെയ്ത് ആ വഴിക്ക് പോവാതിരിക്കുക. പിന്നെ വേറെ എടുത്തു പറയേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാവരും ആൻസൺ പോൾ ഡെഫിനറ്റ് യെസ് ഈ ചങ്ങായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻസൺ പോൾ അടിപൊളിയിട്ടുണ്ട്. പിന്നെ ആസ് ഓൾവേസ് ആൾ നല്ല ഇതിന് നല്ല ക്യാരക്ടർ, അടിപൊളിയായിട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. പിന്നെയും വേറെ ആരൊക്കെയോ എന്തായാലും ഇൻഡിവിജ്വൽ ഡീപ്പായിട്ട് ഓരോ ഇതിൽ പറയുന്നില്ല. പിന്നെയും നമ്മളെ കമ്മിങ് ബാക്ക് ടു അവർ മെയിൻ സംഗതി, ഒന്ന് രണ്ട് കാര്യം കൂടി പറയാതിരിക്കുക വയ്യ. ഉണ്ണി മുകുന്ദൻ സീരിയസ്ലി ഞാൻ ഇന്ന് പല ആൾക്കാരുടെ റിവ്യൂ കണ്ട സമയത്ത് ഉണ്ണിയുടെ ഈ ഒരു പെർഫോമൻസിനെ കുറിച്ച് ഇവർ എന്ത് പറയും എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ന് രാവിലെ ഞാൻ ഈ പടത്തിന് പോകുന്നതിന് മുന്നേ കുറച്ച് റിവ്യൂസ് കണ്ടതിന് ശേഷമാണ് ഈ പടത്തിന് പോയത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഒരു തിയേറ്റർ റെസ്പോൺസിൽ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരു വ്യക്തിയോട് തിയേറ്റർ റെസ്പോൺസ് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ പടം കാണുന്നത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, എന്തിനാണ് നിങ്ങൾ ഈ ഫസ്റ്റ് ഷോ വരാൻ കാരണം എന്നാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞൊരു പേര് ഹനീഫ് അദേനിനെ കണ്ടിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, അല്ല ഉണ്ണിമൂന്തനെ എന്താ അഭിപ്രായം. ഉണ്ണി വലിയൊരു പ്രതീക്ഷ കുഴപ്പമില്ല, എനിക്കാണ് ഡയറക്ടറിലാണ് പ്രതീക്ഷ. സത്യം പറഞ്ഞാൽ എനിക്ക് ഡയറക്ടറിലൊരു പ്രതീക്ഷ ഇല്ല, കാരണം മിക്കായിൽ പറഞ്ഞാൽ ഓക്കെ, പക്ഷേ എനിക്ക് എത്ര വലിയ പ്രതീക്ഷ ഉണ്ടായില്ല. പക്ഷേ ഇതിൽ ഈ ചങ്ങാതി കത്തിച്ചിട്ടുണ്ട്, ഡയറക്ടർ അടിപൊളിയായിട്ടുണ്ട്, എല്ലാം സൂപ്പറായിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാലോ പണ്ട് ഉണ്ണിമൂന്നൻ്റെ ആയിട്ടുള്ള പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായ സമയത്ത് സീക്രട്ട് ഏജൻറ്റ് റിവ്യൂ നോക്കിയ സമയത്ത് സായിൻ്റെ ഭാഗത്തുനിന്നും ഒരു നെഗറ്റീവ് റിവ്യൂ ആണ് എനിക്ക് ആ റിവ്യൂ കണ്ടപ്പോൾ തോന്നിയത്. എന്തുകൊണ്ടോ ആ ഒരു ട്രൂത്ത് ആക്സെപ്റ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പറയാൻ പറ്റാത്ത രീതിയിലൊരു സംസാരം പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടാണ് നമ്മളതിന് പോയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് മാർക്കോ മൂവിയുടെ നമ്മുടെ ഒരു എളിയ അഭിപ്രായം കേട്ടോ. നിങ്ങൾ പടം പോയി കണ്ടോളൂ. കുട്ടികൾ കുറച്ച് പെൺകുട്ടികളൊക്കെ വന്നിട്ടുണ്ട്, ഒരു 10-20 വയസ്സുള്ള പെൺകുട്ടികളൊക്കെ വന്നു. എങ്ങനെ അവരൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. കുറച്ച് സീനൊക്കെ ഉണ്ട്. ഭഗവാനെ, അത്രയും കഠോര ഹൃദയരായിട്ടുള്ള കുട്ടികളായിരിക്കും അവർ പക്ഷേ വന്നിട്ടുള്ളത്. ദയവ് ചെയ്ത് ഇടിച്ച് കയറി മക്കളെ ഒന്നും കൊണ്ട് പോവാതിരിക്കുക. അപ്പം ഞാൻ വേറൊരു സംഭവം കേട്ടു, ഏതോ എൻ്റെ മോൻ്റെ ഒരു ഫ്രണ്ട് പോയി കണ്ടു എന്നുള്ളത്. എന്തിനാണ് അതിനൊക്കെ കൊണ്ടുപോയെന്ന് അറിയില്ല. അത് ദയവ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകാതിരിക്കുക, കാരണം അങ്ങനത്തെ കുട്ടികളൊന്നും അങ്ങനത്തെ കാണണ്ട. അതാണ് എൻ്റെ അഭിപ്രായം. അവരും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു, എനിക്കൊന്ന് 18 വയസ്സും കാണാൻ പറ്റില്ല എന്നുണ്ട്. ഒരു 10-24 വയസ്സുള്ള ലോല ഹൃദയർ കാണരുത് എന്നൊക്കെ പറഞ്ഞ് എഴുതിയൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. എനിവേയ്സ്, പടം കയറി കൊളുത്തി മക്കളെ. ഉണ്ണി മുകുന്ദൻ ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. വയലൻസിൽ സീരിയസ്ലി, ആക്ഷനിൽ, വയലൻസിൽ എന്ന് ഞാൻ പറയുന്നില്ല, ആക്ഷനിൽ ഈ ചങ്ങായിൻ്റെ ഫൈനൽ ഫൈറ്റൊന്നും ഒരു രക്ഷയില്ല. അതായത് ഒരു മനുഷ്യനെ അടിക്കുന്ന കണ്ട 2 അടി കൊടുത്താൽ ഒരു 4 അടി എന്ന് ഫീൽ ചെയ്യണം. അതായത് ആ പാറിയടിയും പറന്നടിയും മറിഞ്ഞടിയും തിരിഞ്ഞടിയും എന്നല്ല. ഇത് നമ്മൾ നല്ല മാർഷൽ ആർട്സൊക്കെ അറിയുന്ന ആൾക്കാരുടെ ഫൈറ്റ്സ് ഉണ്ടാകും. കിക്കൊക്കെ ആണെങ്കിൽ ആ കിക്കൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് അതിന് വെയിറ്റ് ഉണ്ട് തോന്നിപ്പോവും. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. പണ്ട് നമ്മൾ ഇപ്പം എനിക്ക് ആൾക്കാരെ വരുന്നത് പറയില്ല, പക്ഷെ നമ്മൾ ആ ഒരു അടി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അടിക്കാൻ കഴിവുണ്ട് തോന്നും. ഇത് കഴിവില്ലാത്തവൻ കയറി പൂശണ പോലെയല്ല. ഉണ്ണിമൂന്നന് അതിനുള്ള കഴിവുണ്ട്, 2 ആളെ അടിക്കാനുള്ള കഴിവുണ്ട്, 4 5 അടിക്കാനുള്ള കഴിവുണ്ട് നമുക്ക് തോന്നിപ്പോവും. അതിന് സ്പെഷ്യൽ എഫക്ട്സും പരിപാടിയും കാര്യങ്ങളൊന്നും വേണ്ട. ചങ്ങായി നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിരിക്കണം, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ നിങ്ങൾ പടം കണ്ട ആളാണെന്നുണ്ടെങ്കിൽ ദയവേത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.